സോ ഗുഡ് ആഫ്റ്റർനൂൺ. എന്ത് പറ്റിയടാ? ഗുഡ് ആഫ്റ്റർനൂൺ. ആ, ഇതെപ്പോഴും ഇങ്ങനെ രണ്ടാമത് പറയിക്കേണ്ടി വരുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? കഴിഞ്ഞവരാർക്കെ നോക്കട്ടെ, കൈ ഉയർത്തിക്കേ. ആ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? അപ്പോഴും ഇതിന്റെ അർത്ഥം പല രീതിയിൽ വരാം. നിനക്കൊക്കെ വെച്ചിട്ടുണ്ടടാ എന്നുള്ള സെൻസിൽ വരാം. ആ, ശരിയാക്കി തരാം, ഒരു കാലത്തും നന്നാവില്ല എന്നൊക്കെ ഉള്ള സെൻസിൽ. അങ്ങനെയാണോ? കൊള്ളായിരുന്നെങ്കിൽ അങ്ങനെ പറയാം. കൊള്ളായിരുന്നു, ശരി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരി, നിങ്ങൾക്ക് തരാവുന്നതിന്റെ പരമാവധി പ്രഷറാണ് ഞങ്ങളിപ്പോൾ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അടുത്തത്? കുറച്ചൊക്കെ സിമ്പിൾ ആവില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, അഡീഷണൽ ആയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ശൂന്യതയെന്ന് വരുത്തി ചോദിച്ചായിട്ടോ വല്ലതും തോന്നുന്നുണ്ടോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന റെസ്യൂമി, ആക്ച്വലി ബയോഡാറ്റ എന്നൊരു വേർഡ് ഇല്ല, ബയോളജിക്കൽ ഡാറ്റയുടെ ഷോർട്ട് ഫോമാണ് ബയോഡാറ്റ. പിന്നെ നമ്മൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുന്നേ ഉള്ളൂ. നമുക്ക് രണ്ട് തരത്തിലെ പ്രൊഫൈൽ ഉള്ളൂ, അറിയാമല്ലോ. ഒന്ന് CV, കരിക്കുലം വെയിറ്റ്, മറ്റൊന്ന് റെസ്യൂമെയും. എന്താണ് വ്യത്യാസം തൽക്കാലം ഇപ്പം ഞാൻ പറഞ്ഞിരുന്നില്ല, എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്നത് എന്താണ്? ഈ ബയോഡാറ്റ. ആ ബയോഡാറ്റ വളരെ സിൻസിയർ ആയിട്ട്, വളരെ അസേർട്ടീവ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഓക്കെ അല്ലേ? ആ ഫില്ല് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്താണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നത്? എന്താണ് ഇന്റർവ്യൂ? നിങ്ങൾ എന്തൊക്കെയാണോ ബയോഡാറ്റയിൽ അറിയാമെന്ന് പറഞ്ഞ് നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാം. അല്ലാതെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനല്ല ഇന്റർവ്യൂ ബോർഡിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ആരാ പ്രധാനപ്പെട്ട ഉത്തരവാദി? ആണല്ലോ. നിങ്ങൾ എഴുതിയതേ ഞങ്ങൾ ചോദിച്ചുള്ളൂ, ഇല്ലാത്തതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചതുപോലെ ആവണമെന്നില്ല, പക്ഷേ ഈ ലെവലിൽ തന്നെ ആയിരിക്കാം ചോദ്യങ്ങൾ വരുന്നത്. ഇത് മാക്സിമം നിങ്ങൾക്ക് ഞങ്ങൾ തന്നു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. പലരും ആഗ്രഹം എന്താ? ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആഗ്രഹം എന്താ? എളുപ്പമാണോന്നാണോ പ്രയാസമാണെന്നാണോ? അത് തന്നെ തെറ്റായ ചിന്തയാണ്. എന്തെന്നറിയോ? ഈ എളുപ്പമാണോ ചിന്തിച്ചോട്ട് അവിടെ പോകുന്നു. എളുപ്പമാവണമെങ്കിൽ ഹാപ്പി അല്ലേ? വേറൊരു മറുവശം ടഫ് ആവാനും ചാൻസ് ഇല്ലേ? അപ്പൊ എന്തായിരിക്കും വികാരം? തീർന്നില്ലേ? ഒരു വികാരവും ഉണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നിങ്ങി വരും അല്ലേ? തിരിച്ച് ചിന്തിക്ക്, ടഫായിരിക്കാനാണ് ചാൻസ് കൂടുതലെന്ന് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിട്ട് അങ്ങോട്ട് പോയിക്കേ. എന്റെ ചോദ്യം, ടഫാണെങ്കിൽ നിങ്ങൾക്ക് ഷോക്കൊന്നുമില്ലല്ലോ. ഇനി എളുപ്പമാണെങ്കിലോ? ചില്ലറ എനർജി ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ദൈവമേ, ഇത്രയൊക്കെ നോക്കിയിട്ട് പോയിട്ടും ഇത്രയല്ലേ ചോദിച്ചുള്ളൂ അല്ലേ? അപ്പൊ ഇതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ ഒരു എക്സ്ട്രീം നിങ്ങൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. എപ്പോഴും ആ ഒരു ലെവലിൽ ചിന്തിക്കുക. ഇനി ജനറലായിട്ട് അല്ലാതെ ഇന്റർവ്യൂ കഴിഞ്ഞ ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ശബ്ദം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ തള്ളേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. ബാക്കി അങ്ങനെ പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്റർവ്യൂ ബോർഡിനെ കൊണ്ട് പറയിക്കുക, ഇത്രയും ശബ്ദം വേണ്ട കേട്ടോ എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. കേട്ടുകൂടാന്ന് പറഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളോട്. ഓക്കെ അല്ലേ? നിങ്ങൾ കുറച്ചുകൂടെ സൗണ്ടിൽ ശബ്ദം കുറച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യം എന്താ? ഡോക്ടർമാരെക്കാൾ കൂടുതൽ ശബ്ദം ആർക്കാ വേണ്ടേ? എല്ലാം അറിയാം. പിന്നെ നഴ്സുമാർക്ക് ഇപ്പൊ തന്നെ പറഞ്ഞ ആ വികാരം ഉണ്ടല്ലോ, അതാ പറയരുത്. നഴ്സുമാർക്കാണ് അങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ബോൾഡായിട്ട് പറയണ്ടേ? ബോൾഡായിട്ട് പറയണോ വേണ്ടയോ? ശരി. എല്ലാ ദിവസവും എന്ത് വായിക്കുക? പത്രം വായിക്കുക. ആരോഗ്യ മേഖലയിൽ അപ്ഡേറ്റ്സ് അറിഞ്ഞിരിക്കുക. പുതിയ മരുന്നുകൾ, പുതിയ മെഷീൻസ്, ഇതെല്ലാം കണ്ടെത്തുന്നത് ആദ്യം അറിയേണ്ടത് ആരാ? നിങ്ങൾ തന്നെയാണ്. കാര്യം പ്രാക്ടിക്കലി ഒരു ഡോക്ടറെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പേഷ്യന്റുമായിട്ട് കണക്ഷൻ വരുന്നതും ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ആരാ? നഴ്സുമാരാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾ ഡീൽ ചെയ്താലേ പറ്റും. പിന്നെ എക്സ്പീരിയൻസ് ചിലരെ മറച്ചു വെച്ചിട്ടുണ്ട്, ചിലർ എഴുതിയിട്ടുണ്ട്. രണ്ടും ഒരുപോലെയാണ് എനിക്ക് തോന്നിയത്. മറച്ചു വെച്ച ആൾക്കാർ ഈ പറയുന്ന പോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു വഴി കൂടെ അവരെ അറിയിക്കും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അവർ ചോദിക്കും എന്താ എഴുതാത്തത്? അതൊരു പണി. ഇനി എഴുതിയവരോ അതിനെക്കുറിച്ച് ഒരു വക അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, രണ്ടിന്റെയും ഇഫക്റ്റ് എന്ത് തന്നെയായിരുന്നു? ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ജെന്യുവനായിട്ട് എഴുതുക. പിന്നെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ അറിവ് കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എഴുതിക്കോ, പക്ഷെ അതും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ ആയിരിക്കും. അവസാനം അതും ഇല്ല ഇതും ഇല്ലാത്ത അവസരം. അതുകൊണ്ട് എഴുതുന്ന കാര്യങ്ങൾ ജെന്യുവനായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പിന്നെ എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാണ്, നിങ്ങൾ നടന്നു വരുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ശരിക്കും പറഞ്ഞാൽ 2 മാർക്ക് പരമാവധി എന്തിനുണ്ട്? നിങ്ങൾ ഈ ഡോർ ഓപ്പൺ ചെയ്ത് ചെയറിൽ വന്നിരിക്കുന്നത് വരെ 2 മാർക്ക് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ചെക്ക് ചെയ്യാറുണ്ട്. ഒബ്വിയസ്ലി ബോർഡിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അയാൾ ആ 2 മാർക്ക് നിങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ നടന്നു വരുമ്പോഴാണ് ബേസിക്കലി നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റുന്നത്? ഒന്നുകൊണ്ട് ഡ്രസ്സിങ് പൂർണ്ണമായിട്ട് അവർ കാണാൻ കഴിയുന്ന എപ്പോഴാണ്? ഈ നടന്നു വരുമ്പോഴാണ്. പിന്നെ ആറ്റിറ്റ്യൂഡ്. ചിലർ വന്ന് തന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ എന്ത് ചെയ്ത് നടന്നത്. അപ്പോഴേ അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണോ വരേണ്ടത്? സത്യം പറഞ്ഞ ഒരു രോഗി ഒരു അത്യാസന്ന നിലയിൽ വരുന്ന സമയത്ത് നിങ്ങൾ അടുത്തേക്ക് ചെല്ലുന്ന വിധം പോലും ബേസ് ചെയ്ത് അയാൾ അത് ബാധിക്കില്ലേ? നിങ്ങളിങ്ങനെ ആടിക്കുഴഞ്ഞ കണക്കാണ് ചെല്ലുന്നുണ്ടെങ്കിൽ അയാൾ അപ്പോഴെന്നെ വീണ് ചാവും. ആണോ?
പക്ഷെ നിങ്ങൾ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇപ്പം അയാളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നതെങ്കിൽ അത് തന്നെ മതി രോഗിക്ക് ആശ്വാസം, അല്ലേ? ആണെന്നോ? അപ്പൊ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡ്രസ്സിങ്, നിങ്ങളിൽ ആരുടെ ഡ്രസ്സ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല, എങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി ലൈറ്റ് കളർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ചുരിദാർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചില സാരിയൊക്കെ കൊടുത്ത് കൂടുതൽ ആഠ്യത്വം കാണിക്കാൻ വേണ്ടി പോകും. ഓൾറെഡി ടെൻഷനിലാണ് പോകുന്നത്. സാരി എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും കൂടെയാണ്, ഇല്ലേ? പെട്ടെന്ന് ഡിസ്റ്റർബ് ആവാനുള്ള സാധ്യത. അപ്പോൾ ചുരിദാർ നിങ്ങൾ യൂസ് ചെയ്യും. ചുരിദാർ യൂസ് ചെയ്യുമ്പോൾ ഷോള് 4 മടക്കി അയൺ ചെയ്ത് 1 സൈഡ് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾ ഡ്രസ്സിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് അതാണ് എക്സിക്യൂട്ടീവ് സ്റ്റൈൽ. ഓക്കെ അല്ലേ? എക്സിക്യൂട്ടീവ് മനസ്സിലായല്ലോ? പിന്നെ ചുരിദാറിൽ എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണാം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നേരത്തെ ക്ലിയർ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്, ടോപ്പാണ് ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ ചിലർ നടന്നു പോകുമ്പോൾ ഒരു ബിൽഡിംഗ് മുഴുവൻ അറിയാൻ പറ്റും. നാഗവല്ലിയുടെ ചിലങ്കയൊക്കെ ഇട്ട് നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കൊലുസും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ചെരുപ്പിടാൻ അനുവാദമില്ലായിരുന്നു. PSC ഓഫീസിൽ പോകുമ്പോൾ ഇടാൻ അനുവാദമുണ്ട്. ചവിട്ടി തുഴിച്ച് പോകരുത്. ഓക്കെ അല്ലേ? ശബ്ദം കേൾപ്പിക്കാതെ നടക്കാനൊക്കെ പഠിക്കുക. ക്യാറ്റ് വാക്ക് ഒന്നും ചെയ്യണം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ബഹളമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ അല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും ചെയ്ത് കസേരയിൽ ചെന്ന് ചിലരിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ നിന്ന് കളഞ്ഞ് അനുവാദം കിട്ടാതെ എന്ത് ചെയ്യരുത്? ശബ്ദം പോരാ. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ എന്താണ് സ്ട്രെസ്ഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർത്തിക്കൊണ്ട് ചിലപ്പോൾ 2-3 ചോദ്യങ്ങൾ അപ്പൊ ചെയറിൽ നോക്കിക്കൊണ്ട് ഉത്തരം പറയരുത്. എപ്പോൾ ഇരിക്കാൻ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത്. അവിടെ നിന്ന് എന്ത് ചെയ്യുക? മറുപടി. സത്യം പറഞ്ഞാൽ നിന്നൊക്കെ മറുപടി പറയുന്നതാണ് ആശ്വാസം എന്ന് പറയുന്നത്. ഇരിക്കുമ്പോൾ എന്തോ ഹോട്ട് സീറ്റ് ഇരിക്കുന്ന ഒരു ഫീൽ കൂടെ വരില്ലേ? ഇനി ഇരിക്കുമ്പോൾ ചെയറിൽ എന്ത് ചെയ്യരുത്? തൊടരുത്. ചെയറിൽ ഇരിക്കരുതെന്നോ? പിന്നെ ഏറി ഇരിക്കാനോ? എന്ത് കുട്ടികളായിരുന്നു ദൈവമേ! ചെയറിൽ എന്ത് ചെയ്യുക? തൊടരുത്. എന്ത് ചെയ്യരുത്? തൊടരുത്. എന്തുകൊണ്ടാണ് ചെയറിൽ തുടരുന്നത് പറയുന്നത്? നമ്മൾ മലയാളികളുടെ ഒരു പൊതുസ്വഭാവം എന്താ? നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ചെയറിലങ്ങ് ഇരിക്കുമെന്നോ? അയ്യടാ! നമ്മൾ ചെയറിലേക്ക് പോകുന്ന നമുക്ക് താല്പര്യമില്ല. ചെയർ നമ്മുടെ അടുത്തേക്ക് വരണം, ഇല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? അത് ശരിക്കും തെറ്റാണ്. വേറൊന്നും കൊണ്ടല്ല. ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും കാൻഡിഡേറ്റിനെ കാണാൻ കഴിയുന്ന സ്ഥലത്താണ് എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ചെയറിൽ തുടരുത്. ഇനി മനഃപൂർവ്വം ഞങ്ങൾ ഇന്ന് ഹാൻഡ് റെയിൽ, കൈപ്പിടി ഇല്ലാത്ത കസേരയാണ് ഇട്ടത്. അങ്ങനെ ഇടുമ്പോൾ നിങ്ങളുടെ ഹാൻഡ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒന്ന് നിവർന്നിരുന്നേ. നിങ്ങളുടെ തൈസിലേക്ക് 2 കൈയും വെച്ച്. കാര്യം അവിടെ പോകുമ്പോൾ ഇത്തരത്തിൽ ഫയലോ ബുക്കോ ഒന്നും നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. തൈസിലേക്ക് ഇരുന്ന്. ഇതാണ് സിറ്റിംഗ് പൊസിഷൻ. ഓക്കെ അല്ലേ? ഹാൻഡ് പൊസിഷൻ കിട്ടിയല്ലോ. ഇങ്ങനെ ഇരിക്കുമോ? ഇങ്ങനെ ഇരിക്കണം. ചിലർ അവിടെ കൈ കെട്ടിയിരിക്കുന്നുണ്ടായിരുന്നു, ചിലർ നാരങ്ങ പിഴിയുന്നുണ്ടായിരുന്നു, ചിലർ കൈയൊക്കെ എടുത്തിട്ട് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ ഉത്തരം പറയുമ്പോൾ ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരെയും ഫേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കൊടുക്കുക. ഒരാൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ അയാളെ മാത്രം ഫേസ് ചെയ്യുന്നില്ല, എല്ലാവരെയും. ചിലരൊക്കെ അത് തുടക്കത്തിൽ മെയിൻറ്റെയിൻ ചെയ്തു, പിന്നെ കയ്യിൽ നിന്ന് പോയി. ചിലർ ആദ്യം മുതൽ അവസാനം വരെ ഈ ഇരിപ്പായിരുന്നു. ഓക്കെ അല്ലേ? എന്നെ കൊണ്ട് ഇനി ഒന്നിനും ഞാൻ തിരിക്കില്ല എന്നുള്ള വാശിയിലൊക്കെ ആയിരുന്നു. അതൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് കോൺടാക്ട് വരണം. ഓക്കെ അല്ലേ? ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ സൗണ്ടിന്റെ കാര്യം ദയവ് ചെയ്ത് അവരെ കൊണ്ട് പറയിക്കരുത്, അത് മോശമാണ്. ഓക്കെ അല്ലേ? ഒപ്പണവിളി പിന്നെ ചില ശ്വാസമൊക്കെ പുറത്തു വരുന്നത് കണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കേട്ടോ, പുള്ളിക്കാരിയോട് പ്രത്യേകം എടുത്ത് പറഞ്ഞ കാര്യമാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അതുണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത്. വാശിയിൽ എന്ത് ചെയ്യണം? ചെയ്തോളാം കേട്ടോ. പിന്നെ ഇത്രയും ഏരിയ നീറ്റ്ലി പ്രസൻറ്റബിൾ ആയിരിക്കണം. മുന്തിരിക്കൊല്ലിയൊന്നും വേണ്ട. ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പോൾ ദൈവം ചെയ്ത് കൊടുത്തിരിക്കുക. പിന്നെ ചിലരുടെ മുടിയൊക്കെ ഇങ്ങനെ എഴുന്നേരിപ്പുണ്ടായിരുന്നു. ടെൻഷൻ കൊണ്ടാണോ? ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള ലൈറ്റ് നല്ല രസമാണ്, തിളങ്ങി നിൽക്കുകയായിരിക്കും ഞാൻ കണ്ടത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് മുടിയൊക്കെ നന്നായിട്ട് കെട്ടി നീറ്റ്ലി പ്രസൻറ്റബിൾ ആയിരിക്കണം. ഓക്കെ അല്ലേ? ഈ ഏരിയ നീറ്റ്ലി പ്രസൻറ്റബിൾ ആയിരിക്കും. അതിനിപ്പോൾ തട്ടവിടുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് മുഖം മറയ്ക്കാൻ അനുവാദമില്ല. അവരും ഈ ഏരിയ ക്ലിയർലി വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ ചെയ്യണം. ഓക്കെ അല്ലേ? കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ സെൽവരാജ് സാറുണ്ട്. സാറ് PSC ബോർഡ് മെമ്പറായിരുന്നു. നേരത്തെ PSC ബോർഡ് അംഗമായിരുന്ന സാറാണ്. അപ്പോൾ സാറ് പല ഇൻ്റർവ്യൂസൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് വേണ്ടി പ്രിപ്പയർ ആകേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സാർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ സാറിനെ ഞാൻ വെൽക്കം ചെയ്യും. നമ്മുടെ ഒരു മോക്ക് ഇൻ്റർവ്യൂവിനാണ് നിങ്ങൾ പങ്കെടുത്തത്. അതിൽ 3 പേര് ഞങ്ങളുടെ മുമ്പ് വന്നു. 3 പേരുടെയും മെത്തേഡ് ഓഫ് അപ്രോച്ചും എല്ലാം 3 രീതിയിലായിരുന്നു. കാരണം നമുക്കറിയാം, ഓരോരുത്തർ ഇൻ്റർവ്യൂ പങ്കെടുക്കുമ്പോഴും ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അവിടേതായ ചില സ്റ്റൈലുണ്ട് അല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇത്രയും പേരും വ്യത്യസ്ത സ്റ്റൈലിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. പക്ഷേ പൊതുവായ ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. ഇൻ്റർവ്യൂ ബോഡിയിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ആയിരിക്കുന്നത് നമ്മളെ ഉപദ്രവിക്കാനല്ല ഇൻ്റർവ്യൂ ബോർഡിൽ ആൾക്കാരിരിക്കുന്നത്, നമ്മൾക്കൊണ്ട് ഉത്തരം പറയിക്കാനാണ് അവരിയ്ക്കുന്നത്. നമുക്കെന്തറിയാം, അതിനെ വളരെ കോൺഫിഡൻ്റായി ചുരുങ്ങിയ വാക്കുകളിൽ വളരെ വ്യക്തമായി അവരോട് പറയണം.
ഇപ്പം നിങ്ങൾ തെറ്റുമ്പോൾ സംസാരിച്ച സാറ് പറഞ്ഞാൽ അവിടെ ചെന്ന് സാറിൻ്റെ വേഷവിധാനമൊക്കെ പറഞ്ഞു. നമുക്ക് സ്ഥിരമുള്ള ഒരു പരിപാടിയാണ് പറയുമ്പോൾ ഇങ്ങനെ ചില പരിപാടികളുണ്ട്. ഒന്ന് രക്ഷയിലേക്ക് ഇതങ്ങനെ ഒരു പിടിയുണ്ട് അല്ലേ, ഒന്ന് അതിൽ പേന ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് ഒരു 2 പേന ഒടിച്ചു തീർക്കും ആ സമയം കൊണ്ട്. ഇതെല്ലാം ബാഡ് ഹാബിറ്റാണ്. മിക്കവാറും PSC ഇൻ്റർവ്യൂ പോകുമ്പോഴേക്കും ആം ചെയറാണ് തരുന്നത് എങ്കിൽ നിങ്ങൾ കയ്യിൽ ചിലപ്പോൾ ഫയലുണ്ടാവും. ഫയൽ നേരെ മേശപ്പുറത്തങ്ങ് വയ്ക്കണം. നിങ്ങൾ നേരെ ഫ്രണ്ടിലെ മേശപ്പുറത്തങ്ങ് വയ്ക്കണം, ആർക്കും ശല്യം ഉണ്ടാകാത്ത രീതിയിൽ. എന്ത് ചെയ്യണം, നമ്മളെ ഹാൻഡ് റെസ്റ്റ് കൈ വെച്ചിട്ട് നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡ് മെമ്പേഴ്സിന് ആദ്യം സെൻട്രൽ ചെയർമാനായിരിക്കും ഇരിക്കുന്നത്. ഈസ് എ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ, സീനിയർ മെമ്പർ ആയിരിക്കും. അടുത്ത ഒരാൾ കൂടി ചിലപ്പോൾ ഉണ്ടാകും, അത് സെക്കൻഡ് മെമ്പർ. പിന്നെ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ, ഹി ഷാൽ ബി എ ഡിപ്പാർട്ട്മെൻറ്റ് നോമിനി. പിന്നെ ഒരു സബ്ജക്റ്റ് എക്സ്പെർട്ട് ഉണ്ടാവും, നിങ്ങളുടെ മേഖലയിൽ പരിചയം അല്ലെങ്കിൽ സീനിയറായ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ആകാം. എന്നാലും സബ്ജക്റ്റ് എക്സ്പെർട്ട് എന്ന് പറഞ്ഞ് വരുന്നതാണ്. ഇത് മിനിമം 4 പേരെങ്കിലും സാധാരണ, ചിലപ്പോൾ 3 പേരാകാൻ സാധ്യതയുണ്ട്. ഒരു മെമ്പറാകാം, ബാക്കി 2 പേരും മാറാതിരിക്കും. കേട്ടില്ല? അപ്പോൾ ഇവരിയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പേടി വരരുത്, ഞങ്ങൾ ആകെപ്പെടെ പ്രശ്നം ഉണ്ടാക്കാനാണ് ഇവർ വന്നിരിക്കുന്നതെന്നില്ല. നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല മാർക്ക് തരാനാണ് ഇരിക്കുന്നത്. അവരോട് നിങ്ങൾ നേരത്തെ പരിചയമില്ല, നിങ്ങൾക്ക് അവരെയും പരിചയമില്ല. അതുകൊണ്ട് ആ പരിചയത്തിൻ്റെ ഒരു പ്രസക്തി അവിടെ ഇല്ല. നമുക്കെന്തറിയാമോ അത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതാണ് ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസിനെ കാണിക്കുന്നത്. മനസ്സിലായല്ലോ? ശരി. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നേരത്തെ അവിടെ പറഞ്ഞു, നമ്മൾ രാവിലെയാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്നതെങ്കിൽ നേരത്തെ വിളിക്കുമ്പോൾ തന്നെ ശാന്തമായി വാതിൽ തുറക്കുന്നത് മുതൽ തിരിച്ച് വാതിൽ തുറന്ന് വെളിയിൽ ഇറങ്ങുന്നത് വരെയും നിങ്ങളുടെ പെർഫോമൻസ് അവിടെ ഇരിക്കുന്ന ചെയർമാൻ അല്ലെങ്കിൽ തൊട്ടടുത്ത ആൾ നോക്കിക്കൊണ്ടിരിക്കും, വാച്ച് ചെയ്യും. നേഴ്സാണെങ്കിൽ നേഴ്സിനെ കുറിച്ച്, നേഴ്സ് എങ്ങനെയായിരിക്കും കുറിച്ചുള്ള ഒരു ധാരണ അവർക്കുണ്ടാവും അല്ലേ? ആ ധാരണ അവർ ആരോടൊന്നും പറയത്തില്ല, നോക്കിക്കൊണ്ടിരിക്കും. അവിടെ അപ്രോച്ച്, നിങ്ങളുടെ പ്രസൻറ്റേഷൻ എന്താണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയും, ഉച്ചശേഷം ഗുഡ് ആഫ്റ്റർനൂൺ സാർ എന്ന് പറയും, സാർസ് എന്ന് പറയും. ഒരാളല്ലല്ലോ അവിടെ ഇരിക്കും. അപ്പോൾ അവർ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയും. അന്നേരം നേരെ ഒറ്റ വലിയ കസേര പറയുന്ന വലിച്ച് മുമ്പോട്ടിട്ടിരിക്കരുത്. എവിടെയാണ് കസേര ഇരിക്കുന്നത് അവിടെ ചെന്ന് ശാന്തമായിട്ട് അവിടെ ഇരുന്ന് ബുക്കും ഫ്രണ്ട് വെച്ച് ശാന്തമായി ഇരുന്ന് അവരോട് നോക്കിക്കൊണ്ടിരിക്കണം. നമ്മളെന്തോ അവർ ചോദിക്കും, നമ്മളത് വളരെ താല്പര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കണം. മനസ്സിലായല്ലോ? അവിടെ വിഷമിച്ചോ, ഓവറായിട്ട് എക്സൈറ്റഡ് ആയോ ഒന്നിട്ട് സാധാരണ വളരെ പ്രസൻ്റായിട്ട് നമ്മൾ അങ്ങിരിക്കുക. സോ അവിടെ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ കൊടുത്ത ബയോഡാറ്റ ഫാം അല്ലേ, നമ്മളെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് കൊടുത്തിരിക്കുമല്ലോ, അതൊന്നായിട്ട് വായിക്കും. പൂരിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാത്ത ഒന്നും അവിടെ എഴുതി വയ്ക്കരുത്. അതിലെഴുതുന്ന ഓരോ അക്ഷരവും ഓരോ വാക്കും അവർ ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയാണ് നമ്മൾ ആലോചിച്ച് പ്രിപ്പയർ. അല്ലാതെ പൂരിപ്പിക്കുമ്പോൾ ഒരാളിരിക്കുന്നത് നീ എന്താ അതിനെഴുതിയത്, അതിന് ഞാനിവിടെ എഴുതാം എന്ന് സഹ ഉദ്യോഗാർത്ഥിയുടെ അതുപോലെ കോപ്പി അടിച്ച് വയ്ക്കരുത്. നമുക്ക് നമ്മുടെ ഒരു ആൻസറുണ്ട് അല്ലേ? ഒരുപാട് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, നമ്മുടെ അംബിഷൻ അല്ലേ, നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ സ്ട്രെങ്ത് അല്ലേ, ഇതൊക്കെയാണ് നമ്മൾ അവിടെ ചോദിക്കുന്നത്. അത് നമ്മുടെ മനസ്സിനകത്ത് അന്നേരം എഴുതുന്നതല്ല, നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് നമ്മെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അല്ലേ. അത് നമ്മൾ വ്യക്തമായിട്ട് മറ്റുള്ളവർ വായിക്കത്തക്ക രീതിയിൽ എഴുതണം. അല്ലാതെ PSC നമ്മൾ എടുത്ത് വെച്ചുകൊണ്ട് ഇതെന്താണ് എഴുതിയിരിക്കുന്നത് എന്നിങ്ങോട്ട് അത് റീഡബിൾ ആയിട്ട് വേണം മറ്റെഴുതാൻ. അവരാദ്യം ബോർഡ് ചെയർമാൻ ചോദിക്കും, 1 by 1 ആയിട്ട് നമ്മളെ നീറ്റായിട്ട് ഒരു ടെൻഷനില്ലാതെ പറയണം. ടെൻഷൻ കാര്യമാണ് നമ്മുടെ കാര്യമല്ലേ ചോദിക്കുന്നത്, എവിടെ പഠിച്ചു, എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, അവിടെ എന്താണ് ചെയ്തത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അച്ഛൻ, അമ്മ, മക്കൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ മറ്റേ കുട്ടികൾ, അവരെന്ത് ചെയ്യുന്നു, അവിടെ നിന്നല്ല ഇങ്ങനെയൊന്നും അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിച്ചു പോകണം. അങ്ങനെയല്ല, നമ്മൾ വ്യക്തമാണ് നമ്മളെക്കുറിച്ചുള്ള, അതാണ് നമ്മുടെ ബയോഡാറ്റ എന്ന് പറയുന്നത്, അതാണ് അറിയണം. ഓക്കെ, അത് പൂരിപ്പിച്ച്. രണ്ടാമത്, നമ്മൾ ഏത് പോസ്റ്റിനാണോ ഇൻ്റർവ്യൂവിന് പോകുന്നത് അതിൻ്റെ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഒരുപാട് ഡീറ്റെയിൽഡ് പഠിച്ചില്ല എങ്കിലും, ഇപ്പം നേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി അധികം പേപ്പർ പഠിച്ചിട്ടുണ്ട്. 4 വർഷമല്ലേ പഠിക്കണം അല്ലേ? 4 വർഷം ഒരുപാട് പേപ്പർ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ഞാൻ നേഴ്സല്ല, ഞാൻ കണക്കാക്കുന്നത് 40 പേപ്പർ പഠിച്ചാണ് ഉദ്ദേശം അല്ലേ. പ്രാക്ടിക്കലും തിയറിയും ഒക്കെ കൂടെ പഠിച്ചിരിക്കും. ഈ 40 പേപ്പറും പഠിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു നേഴ്സ് എന്ന നിലയിൽ
ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അതിന് ആവശ്യമായ തിയറി, നോളജ് അല്ലേ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ട്. ഹാൻഡ് വാഷ്, പ്രോപ്പർ ഹാൻഡ് വാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലേ സോപ്പും വെള്ളം വെച്ച് എപ്പോഴും കൈ കഴുകണമെന്ന് പറയാറില്ലേ അല്ലേ? എങ്ങനെയാണ് പ്രോപ്പർ ഹാൻഡ്, അത് കഴിയിപ്പിക്കും അല്ലേ? ഇങ്ങനെ കഴുകി ഞാൻ നേഴ്സൊന്നുമില്ല കേട്ടോ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എക്സ്പെർട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിക്കുന്നു അത് വളരെ ക്ലിയറായിട്ട് പഠിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായല്ലോ? ഇത് നമ്മൾ കൃത്യമായി സബ്ജക്റ്റ് പഠിക്കണം. ഞാൻ ഇടയ്ക്ക് ഒരാളിനോട് ഒന്നൊരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പം പറയണത് ശരിയല്ല, എന്നാലും പറയണോ വേണ്ട. അപ്പോൾ വരുമ്പോഴേക്കും ചോദിച്ച കാര്യം ആണ്, മുമ്പ് ചോദിച്ചതാണ്. ഒരു അച്ഛൻ ഒരു മനുഷ്യൻ വളരെ വേദനിച്ച് കിടന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകാൻ കഴിഞ്ഞു സമയം, അടുത്തയാൾ വന്നില്ല. ഇയാൾ ആ പേരെടുത്ത് കിടക്കാൻ, അങ്ങ് വീട്ടിൽ ഭാര്യയും ഹസ്ബൻഡും ഉണ്ട്, മക്കളും ഉണ്ട്. കാരണം ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഓടി അങ്ങെത്താൻ. പക്ഷെ അടുത്തയാൾ വന്നുമില്ല. അപ്പോൾ വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല, മറ്റയാൾ വന്നുമില്ല. ഈ അവസ്ഥ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഉത്തരം എന്താണ്? അയാൾ പറഞ്ഞതല്ലേ, ഞാൻ അടുത്തയാൾ ഏൽപ്പിച്ചാൽ അങ്ങ് വീട്ടിൽ പോകും. അടുത്ത വേറൊരു ആളിനെ വിളിച്ചിട്ട്, അപ്പം പിന്നെ ആ ഒരു ഉത്തരത്തിന് പ്രസക്തി മനസ്സിലായില്ല. അവിടെ നമ്മൾ സിമ്പതിയെന്നോ എമ്പതിയെന്നോ കരുണയെന്നോ എന്നൊക്കെ പറയുന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ ആയോ? അടുത്ത നേഴ്സ് വരാൻ താമസിച്ചത് ഈ രോഗിയുടെ പ്രശ്നമല്ല അല്ലേ? രോഗിയുടെ പ്രശ്നമാണോ? അല്ല. രോഗിക്ക് വേദന വന്ന രോഗിയുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല. അപ്പം അവിടെ നമ്മുടെ നേഴ്സ് എന്ന നിലയിൽ നമ്മുടെ മനസ്സ് തുറക്കുന്നത് അപ്പോഴാണ്. എന്താണ്? എൻ്റെ വീട്ടിലെ ഹസ്ബൻഡും മക്കളും സേഫായിട്ട് ഇരിപ്പുണ്ട്, അവർക്ക് എന്നെ കാണാനാണ് അത്യാവശ്യം. ഇവിടെ ഞാനിപ്പോൾ പോയാൽ ഈ രോഗിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്, ദയനീയമാണ്. അപ്പോഴത് എൻ്റെ ജോലി ഇവിടെ വേണം, പ്രസൻസ് അപ്പോൾ താമസം പ്രസൻസ് വേണം. ഇതൊരു സാധാരണ ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന് കിട്ടിയ മറുപടിയും, പക്ഷേ ഞങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്ത് നമുക്ക് കിട്ടിയ മറുപടി ഇതാണ്. മനസ്സിലായല്ലോ? അത് കാര്യം. അപ്പോഴേ സബ്ജക്റ്റ് പഠിച്ചു പോകണം, അതെങ്ങനെ അപ്ലൈ എന്നുള്ളത് പഠിച്ചു പോകണം. പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം, അതിനകത്ത് കൺഫ്യൂഷൻ വരരുത്. അതല്ലയോ ഇതല്ലയോ എന്നൊരു കൺഫ്യൂഷൻ അതിനകത്ത് ഉണ്ടാകും. എല്ലാ ചോദ്യം ഉത്തരം പറയാൻ ആർക്കും പറ്റില്ല. ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്ന ആളാണ്. എന്നോട് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ചോദിച്ചാൽ ഞാൻ എല്ലാം പറയില്ല. എനിക്ക് PhD ഉണ്ട്, പക്ഷെ എന്നെക്കാൾ നന്നായിട്ട് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടി പറയും. ഞാൻ പറയാൻ പറ്റാത്ത ഉത്തരം ആ കുട്ടിയപ്പോൾ പറയാം. കാരണം ആ മേഖല അവൻ അപ്പോഴും നന്നായി എക്സ്പെർട്ടായിരിക്കും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാണ്. അപ്പം ചോദിക്കാം, PhD ഉള്ള സാറിന് എന്തുകൊണ്ട് പഠിപ്പിച്ച കുട്ടി പറഞ്ഞ ആൻസർ പറഞ്ഞുകൂടാന്ന് ചോദിക്കാം. അത് സാഹചര്യങ്ങൾ, അപ്പോഴത്തെ ഓർമ്മശക്തി, ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എല്ലാ ചോദ്യം ഉത്തരം പറയണമെന്ന് വാശി പിടിക്കേണ്ട അത്യാവശ്യമാണ്. അത് നടന്നു പോയില്ല എന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആകാൻ പാടില്ല. അഥവാ ഓർമ്മ വന്നിട്ട് സാർ എനിക്ക് ഓർമ്മയില്ല, വിട്ടുപോയി, മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ ആ ഭാഗം നോക്കിയില്ല. പക്ഷെ കള്ളം പറയരുത്, ഒരിക്കലും കള്ളം പറയാം. കാരണം ഞാനത് വായിച്ച് എന്താ പറയുക, വായിക്കാത്ത കാര്യം വായിച്ചെന്ന് പറയരുത്. അതാണ് നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ് അവിടെ ഇരിക്കുന്ന ബോർഡ് മെമ്പേഴ്സ് ആണെന്നുള്ളത് ചെറിയൊരു അറിവ് നമുക്കുണ്ടായാൽ ക്ലിയർ പറയാം. അവർക്കറിയാം ഇത് ശരി, ഇയാൾ പഠിച്ചില്ല, അല്ലെങ്കിൽ നോക്കിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. പിന്നെ നമ്മൾ എന്താണോ ആയിരുന്നത്, ചില ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ഇപ്പോൾ PSC പരീക്ഷ എഴുതി അടുത്ത് ഇൻ്റർവ്യൂവിന് പോകുന്നു. അപ്പോൾ ചോദിക്കും, നിങ്ങൾ കാലകാലം എന്ത് ചെയ്തു? അത് ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന ജോലി ചെയ്തു. അപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ അവിടെ എന്താണ് ചെയ്തത്? അന്നേരം ഈ ഒരു ലേമാൻ പറയുന്നത് പോലെ പറയരുത്. ഞാൻ ഇപ്പോൾ ഒരാളോട് ആര് ചോദിച്ചു, ഇവിടെ എന്തോ ഒരു ഇത് നേഴ്സ് വർക്ക് ചെയ്തു, എന്താണ് വർക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ അത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, അതല്ല അവിടെ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കാൻഡിഡേറ്റ്, ഞാൻ ഇന്നലെ വരെ ഇന്ന ഹോസ്പിറ്റലിൽ നേഴ്സായി വർക്ക് ചെയ്തപ്പോൾ ഞാൻ അവിടെ എന്താണ് ഏത് പൊസിഷനിൽ എന്തൊക്കെ വർക്ക് അവിടെ ചെയ്തു, അതാണ് ചോദിക്കുന്നത്. നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് എത്രയും ഉണ്ടായിരുന്നു. ഇൻവോൾവ്മെൻറ്റ് ഉള്ളവരെ ഉത്തരം പറയാൻ പറ്റൂ അല്ലേ? നമ്മളൊരു ആക്ടിവിറ്റിയിൽ നമ്മൾ പൂർണ്ണമായി ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അത് വ്യക്തമായി കോൺഫിഡൻ്റ് ആയിട്ട് പോകണം. തിരിച്ച് നമ്മൾ ഏത് പ്രത്യേക പോസ്റ്റിലേക്കാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത് അല്ലേ? ഇപ്പം നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് നിയമനം കിട്ടിക്കഴിഞ്ഞില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇൻ കേസ് ജോലി കിട്ടിയാൽ ഞാൻ എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത്, ഡ്യൂട്ടീസ്. ആ പ്രപ്പോസ്ഡ് പോസ്റ്റിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെ ആയിരിക്കണം?
അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടി അവിടെ എന്തൊക്കെയാണ് ജോലികൾ ഞാൻ ചെയ്യേണ്ടി വരുന്നത് ഡീറ്റെയിൽ നമ്പർ അറിയാൻ പറ്റില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഒരു അന്വേഷണം നമ്മുടെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന നേഴ്സിനെ കുറിച്ച് ചോദിക്കും, ചേച്ചി അവിടെ ആൻറ്റി ഇവിടെ എന്താണ് ജോലി, നിങ്ങൾ നേഴ്സല്ലേ, നമുക്ക് എന്തൊക്കെയാണ് ജോലികൾ ചെയ്യുന്നത്, ഇപ്പോൾ എന്തൊക്കെ പുതിയ ടെക്നോളജി അവിടെയുണ്ട്, അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാമല്ലോ. ചോദിക്കുന്ന ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ നമ്മുടെ ഒരു 10 മണിക്കൂർ വായിക്കുന്നതിൻ്റെ ഗുണം നോക്കി ചെയ്യും. കേട്ടല്ലോ? ശരി. പിന്നെ നോളജ് അപ്ഡേറ്റ് ചെയ്യണം എപ്പോഴും. നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ മുമ്പ് നേരത്തെ ഇൻ്റർവ്യൂ പറഞ്ഞതാണ്, പത്രം വായിക്കുമോ? വായിക്കും. യൂട്യൂബ് ഉണ്ട്, പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, ഇതെല്ലാം പക്ഷേ പത്രം എന്ന് പറയുന്നത് ഇസ് എ ട്രഷർ ഓഫ് ജനറൽ നോളജ്. അപ്ഡേറ്റ് ഓരോ ദിവസവും. ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ പോണ ദിവസമായിരിക്കും എവിടെയെങ്കിലും ഒരിടത്ത് പകർച്ചവ്യാധി പിടിച്ചത്. ചോദിക്കും, ഇന്ന് എവിടെയെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ? അല്ല സാറേ, ഞാൻ പത്രം വായിക്കാറില്ല, ഈ സമയം കിട്ടാറില്ല, കുഞ്ഞിനെ നോക്കാറുള്ള സമയം കിട്ടാറില്ല. ഇതൊന്നും അവിടുത്തെ ആൻസർ അല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എണീറ്റാൽ പത്രം പ്രത്യേകിച്ച് നിങ്ങളുടെ മേഖലയിലുള്ള വാർത്തയെങ്കിലും വായിച്ചിരിക്കണം. ഇതൊക്കെ ഞാൻ പറയും ഇൻ്റർവ്യൂവിന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. കാരണം ഇൻ്റർവ്യൂവിന് 1 മാർക്ക് കൂടുതൽ കിട്ടിയാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേര് ഒരു 30, 40, 50 മുകളിൽ വരും. മനസ്സിലായില്ലേ? അത് അവിടെ വരും. അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സന്ദർഭത്തിൽ ടെൻഷൻ വേണ്ട. ഫ്രണ്ട്ലി ടോക്ക് പോലെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു എടുക്കണം. ഫ്രണ്ട്ലി ടോക്കാണ്. കാരണം നമ്മൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ അവർ ചോദിക്കില്ല. അഥവാ ചോദിച്ചാൽ അറിയില്ലെങ്കിൽ സാർ എനിക്കിത് അറിയില്ല എന്ന് പറയണം. സാർ ഇതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മൈനസ് മാർക്കല്ല. നിങ്ങൾക്കത് ശരി അറിഞ്ഞോളാം എന്ന് പറഞ്ഞു, വെറുതെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ട് കളിച്ചില്ല. ശരി, ഓർമ്മ ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഒന്നാ പഠിച്ചോട്ട് പോകും. അവിടെ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് മറന്നുപോയി. സാർ നല്ല ഓർമ്മ സാർ, ഈ ടെൻഷനിൽ മറന്നുപോയി സാർ, ഞാൻ ആലോചിച്ച് ഓർക്കുമ്പോൾ ഞാൻ സാർ പെർമിറ്റ് പിന്നെ പറഞ്ഞുതരാം എന്ന് പറയുമ്പോൾ അതവർക്ക് മനസ്സിലാവും. ഇത് പ്രധാനമായിട്ട് കാര്യങ്ങളാണ്. പിന്നെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ചെയർമാൻ ചോദിക്കും, രണ്ടാമത്തെ മെമ്പർ ചോദിക്കും, എക്സ്പെർട്ട് ചോദിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് നോമിനി ചോദിക്കും. ഇങ്ങനെ സർക്കിൾ കഴിഞ്ഞ് അവസാനം ചെയർമാൻ്റെ അടുത്തേക്ക് വരും, ബോർഡ് ചെയർമാൻ്റെ അടുത്ത് വരും. വന്നിട്ട് അവസാനം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാം പറഞ്ഞ് സമ്മപ്പ് ചെയ്തിട്ട് ഓക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യും, കർത്താവ് ശ്വാസം കിട്ടി എന്ന് പറഞ്ഞിട്ട് ബുക്കെടുത്ത് ഒറ്റ ഓട്ടം ഓടും അല്ലേ? അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? സാർ താങ്ക് യു സാർ എന്ന് പറഞ്ഞാൽ പതുക്കെ ഒന്ന് എണീറ്റ് താങ്ക്സ് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ബുക്ക് എടുക്കണം, സാവധാനം നടന്നു വന്ന പോലെ തിരിച്ച് സാവധാനം ഇറങ്ങി പോകണം. വാതിൽ അടച്ചിട്ട് പോയിട്ട് ഒരു പോക്കുണ്ടല്ലോ, അടച്ചിട്ട് പോകരുത്, ശാന്ത പോകുക. ഇത് വാതിൽ തുറക്കുന്നത് മുതൽ തിരിച്ചിറങ്ങി വാതിൽ അടയ്ക്കുന്നത് വരെ നമ്മുടെ മൂവ്മെൻ്റ് എല്ലാം ശ്രദ്ധിക്കും. മനസ്സിലായില്ല? പിന്നെ PSC ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആരും മനഃപൂർവ്വമായിട്ട് ദ്രോഹിക്കില്ല. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് മാത്രമേ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കൂ. നമ്മുടെ കയ്യിൽ പെർഫോമൻസ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അറിയാവുന്ന കാര്യം പറയാതിരിക്കുക, അലക്ഷ്യമായി ഫോം പൂരിപ്പിക്കുക, അലക്ഷ്യമായി ആൻസർ പറയുക, പിന്നെ ഈ അനാവശ്യമായ ഈ സിഗ്നലുണ്ടല്ലോ, മുഖത്തൊക്കെ കാണിക്കുക. വീട്ടിൽ ക്ലാസ് മുറിയിരിക്കുമ്പോൾ നമ്മളങ്ങനെ കാണിക്കും. അതൊന്നും കാണിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 2 ഉത്തരം തെറ്റിപ്പോയാലും നമ്മുടെ മാർക്കിൽ കാര്യമായ കുറവൊന്നും വരൂല. ഇത് പുറത്തോ അല്പം തെറ്റിപ്പോയ 1-2 ആൻസർ പറയാൻ പറ്റിയില്ല, ഒരു ടെൻഷനും വേണ്ട. അതിൻ്റെ പേരിൽ മാർക്കുന്നവർ ഒരു 10, 15, 20 ചോദ്യം ചോദിച്ചു, 13 ശരിയായി പറഞ്ഞു, അല്ലെങ്കിൽ 12 ശരിയായി പറഞ്ഞു, 3 തെറ്റിപ്പോയി. അതിന് നമ്മൾ സാറത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആ ഭാഗം നോക്കിയില്ല. പിന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂ ചോദിക്കും, നിങ്ങൾ ഇന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി ഏത് പോർഷൻ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നു, പ്രിപ്പയർ ചെയ്ത് പോകുന്നു, ഏതൊക്കെ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകളാണ് പ്രിപ്പയർ ചെയ്ത് പോകുന്നത് ചോദിക്കും. പ്രിപ്പയർ ചെയ്ത സബ്ജക്റ്റ് മാത്രമേ പറയാവൂ. പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം നോക്കി, ഈ പേപ്പർ നോക്കി, ഈ പേപ്പർ നോക്കി, ഈ പേപ്പർ എല്ലാം നോക്കും. അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ പേപ്പറുകൾക്ക് അറിയാമെങ്കിൽ അവരതിനൊന്നും ചോദിക്കും. നമ്മുടെ ഭാഗ്യക്കേടിനെ നമ്മൾ നന്നായിട്ട് വായിക്കാത്ത പേപ്പറായിരിക്കും പറഞ്ഞത്. അതോടെ പ്രശ്നം എന്താ ചെയ്യുമ്പോൾ ഒരു തീരുമാനം, ആ വിഷയത്തിലൊരു തീരുമാനം ആകും. അതുകൊണ്ട് നിങ്ങൾ പേപ്പർ നോക്കണം, പഠിച്ച പേപ്പർ, പ്രിപ്പയർ ചെയ്ത പേപ്പർ അതുപോലെ പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പറയണം, ഫ്രീ ആയിട്ടങ്ങ് പറയണം, സാർ ഇന്ന പേപ്പർ. പക്ഷെ അത് ചോദിച്ചാൽ നമുക്ക് കൃത്യമാണ് നമ്മളത് ആൻസർ പറയണം. അതിനാൽ നന്നായിട്ട് വായിക്കണം, അതിനകത്ത് നമുക്കൊരു ആശയം ഉണ്ടാക്കണം വേണം. പിന്നെ ഇതിനെ കുറച്ചൊന്ന് വായിച്ചിരുന്നാൽ മാത്രമേ ഇൻ്റർവ്യൂ തരുമ്പോഴേക്കൊരു നമുക്കൊരു ടെൻഷൻ ഫ്രീ സിറ്റുവേഷൻ കോൺഫിഡൻസ് കിട്ടും.
നമ്മളൊന്നും വായിക്കാതെ അത് കേട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? പക്ഷെ എന്തെങ്കിലും വായിച്ച് കേട്ട് പഠിച്ചു പോയാൽ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. അത് ഇവിടെ നിന്ന് അവിടെ നിന്ന് ചോദിച്ചാലും പറയാം, ഇവിടെ നിന്ന് ചോദിച്ചാലും പറയാം, ഇങ്ങനെ ചോദിച്ചാലും പറയാം. ഇത് കൃത്യമായിട്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് പിന്നെ ആപ്ലിക്കേഷൻ ഇത് ബയോഡാറ്റ പൂരിപ്പിക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. പലരും ബയോഡാറ്റ പൂരിപ്പിക്കുമ്പോൾ എന്നെ എഴുതും. എന്നയുടെ ഫുൾ ഫോം എന്താണ്? നോട്ട് ആപ്ലിക്കബിൾ. അതിൻ്റെ അർത്ഥം എന്താണ് മലയാളത്തിൽ? മലയാളത്തിൽ അർത്ഥം എന്താണ്? നോട്ട് ആപ്ലിക്കബിൾ, ബാധകമല്ല. ഇതിന് സിമിലർ അർത്ഥം വരുന്ന നിങ്ങൾ അനുസരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? നോ, നിൽ, അല്ലേ? ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഇതൊക്കെ എവിടെ ഏത് വാക്ക് ഉപയോഗിക്കണം? ഞാൻ ഒരു ഒന്ന് രണ്ട് കോളം പറയാം. ഡു യു ഹാവ് എനി ജോബ് വർക്ക് എക്സ്പീരിയൻസ്? ഡു യു ഹാവ് എനി വർക്ക് എക്സ്പീരിയൻസ്? അല്ലേ? അതിന് പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇതെങ്ങനെ എഴുതും? നോ എന്നെഴുതും. അടുത്ത എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, എന്തെഴുതും? യെസ്. അപ്പോൾ രണ്ടാമത് ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്, ഡു യു ഹാവ് എനി പ്രീവിയസ് എക്സ്പീരിയൻസ്? സെക്കൻഡ്, ഇഫ് സോ ഗീവ് ഡീറ്റെയിൽസ്. അതാണ് സെക്കൻഡ് പാർട്ട്. ഇതാണ് ഇടതുവശത്തെ പോർഷൻ. വലതുവശം നിങ്ങൾ എഴുതുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നു, ഡു യു ഹാവ് എനി വർക്ക് എക്സ്പീരിയൻസ്? യെസ് എന്നെഴുതി. അപ്പോൾ രണ്ടാമത് ഇഫ് സോ ഗീവ് ഡീറ്റെയിൽസ്. അപ്പോൾ എന്തെഴുതും? ഡെസിഗ്നേഷൻ എഴുതും, എക്സ്പീരിയൻസ് എന്ന് പറയും, സാലറി ഉണ്ടെങ്കിൽ സാലറി എഴുതും, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര്, അങ്ങനെ എന്തൊക്കെ നമ്മൾ എഴുതും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ രണ്ടാമത്, ഡു യു ഹാവ് എനി പ്രീവിയസ് എക്സ്പീരിയൻസ്? ഉത്തരം നോ. ഇഫ് സോ ഗീവ് ഡീറ്റെയിൽസ് എന്തെഴുതും? ഇഫ് സോ ഗീവ് ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചെന്ന് പറയും നോട്ട് ആപ്ലിക്കബിൾ. എന്താണ് ജോലിയില്ലാത്ത ആളിന് പിന്നെ ഡീറ്റെയിൽസ് എഴുതാൻ പറ്റും? അത് ബാധകമല്ല. ഇവിടെ പലരും എഴുതുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ്? ഡു യു ഹാവ് എനി പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ നോട്ട് ആപ്ലിക്കബിൾ. അച്ചീവ്മെൻറ്റ്സ് ഇൻ സ്പോർട്സ് നോട്ട് ആപ്ലിക്കബിൾ. അതിൻ്റെ അർത്ഥം എന്താണ്? അച്ചീവ്മെൻറ്റ്സ് ഇൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ എന്നെപ്പോലത്തെ ആൾക്കാരെ സ്പോർട്സിന് എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓടാൻ പാടില്ല, ചാടാൻ പാടില്ല എന്നാൽ എനിക്ക് ബാധകമല്ല, അല്ലേ? മറ്റേത് ആർ യു മാരീഡ് എന്ന് ചോദിച്ചാൽ എന്താ പറയും? നോ. നെയിം ഓഫ് യുവർ സ്പൗസ് എന്തെഴുതും? യെസ് എന്നെഴുതുമോ? നോട്ട് ആപ്ലിക്കബിൾ. ആർ യു മാരീഡ്? യെസ്. നെയിം ഓഫ് യുവർ സ്പൗസ് പേരെഴുതും. അപ്പോഴേ നോട്ട് ആപ്ലിക്കബിൾ സാധാരണ രീതിയിൽ ഫസ്റ്റ് ആൻസറായിട്ട് വരില്ല. പിന്നെ ഒരു കാലം പോലും ഇങ്ങനെ വരച്ചു വിടരുത്. PSCയുടെ ബയോഡാറ്റ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഒരു കോളത്തിന് ചോദ്യത്തിന് ഒരു ഉത്തരം എഴുതിയിരിക്കണം. അത് യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. ചിലപ്പോൾ നോയ്ക്ക് വരച്ചപ്പോൾ ആൾക്കാർ നില്ലെഴുതും. ചില ആൾക്കാർ ഫില്ലപ്പ് ചെയ്യാൻ വിടരുത്. ഇതാണ് പ്രധാനമായിട്ട് ഫില്ലപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പൂരിപ്പിക്കുന്നത് മറ്റുള്ള വായിക്കത്തക്ക രീതിയിൽ വേണം പൂരിപ്പിക്കും. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് വരുന്ന സംശയം, ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം പറഞ്ഞു തന്നേ ഉള്ളൂ ഇൻ്റർവ്യൂവിൻ്റെ ബേസിൽ. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയണം. അപ്പോൾ നമ്മൾ കയറി നിൽക്കുന്നു, അപ്പോഴവരാരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മേ കമിൻ സാർ എന്ന് ചോദിക്കാം. മറ്റേ അവരിങ്ങനെ പ്രതീക്ഷിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. തുറക്കുമ്പോൾ കാണുന്നു യെസ് എന്ന് പറയുമ്പോൾ പറഞ്ഞ് ഗുഡ് മോർണിംഗ് സാർ എന്നിരിക്കാം. മനസ്സിലായി? നമ്മളിപ്പം കയറി പോകുമ്പോഴേ അവർ 4 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നു, അവർ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ മേ കമിൻ സാർ എന്ന് ചോദിക്കാം. ശരി, ഓ യെസ് കം, യെസ് ഗുഡ് മോർണിംഗ് സാർ, നിങ്ങൾക്ക് കയറിയിരിക്കാം കേട്ടോ. സാഹചര്യം അനുസരിച്ചാണ്. ശരി, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വീക്ക്നെസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം. അവർ ചോദിക്കുന്നത് നിങ്ങളുടെ സ്ട്രെങ്താണ്. ഇപ്പം ഞാനിപ്പം മെഡിക്കൽ ഫീൽഡിലെ ആളല്ല, ഞാനൊരു എഞ്ചിനീയറിംഗ് മേഖല ആളാണ്. എഞ്ചിനീയറിംഗ് പോസ്റ്റിനാണ് ഞാൻ അപേക്ഷിക്കാൻ പോകുന്നത്, ഇൻ്റർവ്യൂ പോകുന്നതാണ്, അല്ലേ? നിങ്ങൾ മെഡിക്കൽ ഫീൽഡാണ്. അപ്പം നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങൾ ഈ വേറൊരു പോസ്റ്റിന് അപേക്ഷിക്കാൻ പോകില്ലല്ലോ. പിന്നെ പൊതുവായി നിങ്ങൾ വ്യക്തിപരമായ ചില സ്ട്രെങ്ത് കാണും, നിങ്ങൾക്ക് ചില വീക്ക്നെസ് കാണും. ഇപ്പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിങ്ങളിപ്പോൾ BSc നഴ്സിംഗ് പഠിക്കുന്നു. അവിടെ നമ്മളെന്താണ്, നമുക്ക് സബ്ജക്റ്റ് നന്നായിട്ട് അറിയാം, വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, പ്രസൻറ്റേഷൻ കഴിവുണ്ട്, അല്ലേ? തന്നില്ല, നമുക്ക് ആൾക്കാരുമായി യോജിച്ച് അവർ രോഗിയുടെ കാര്യങ്ങളുമായിട്ട് വളരെ ക്ഷമയോടെ കേൾക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്ട്രെങ്താണ്. അടുത്ത് മറ്റുള്ള ജീവനക്കാരെ കൂടെ യോജിപ്പിച്ച് അവർ വിശ്വാസത്തിൽ ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, ഒരുപാട് റെക്കോർഡ്സ് തയ്യാറാക്കുന്നുണ്ട്, മെഡിക്കൽ റെക്കോർഡ്സ് തയ്യാറാക്കേണ്ടി വരുമല്ലോ. ഇതെല്ലാം നമ്മുടെ സ്ട്രെങ്താണ്. ഡിഗ്രി ഉണ്ട്,
അറിവുണ്ട്, അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തി കാര്യങ്ങൾക്ക് ചില വീക്ക്നെസ് വരും. കാരണം വീക്ക്നെസ്സും ചെന്ന് എടുക്കേണ്ടത് നമ്മുടെ ഒരു ഗോളുണ്ട്, ലക്ഷ്യമുണ്ട്. നമുക്ക് ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ അക്വയർ എന്നാണ് നമ്മൾ സ്ട്രെങ്ത്. നമ്മൾ എന്തൊക്കെ അതിനുവേണ്ടി നമ്മൾ നേഴ്സാകണം. നേഴ്സാകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു അതൊക്കെ നമ്മൾ സ്ട്രെങ്താണ്, നേടിയെടുക്കുന്നതെല്ലാം അല്ലേ. ഒരു MSc ഡിസ്റ്റിങ്ഷൻ പാസ്സായ BSc ഡിസ്റ്റിങ്ഷൻ പാസ്സായെന്നാൽ നമ്മുടെ സ്ട്രെങ്താണ് അല്ലേ. അടുത്ത് നമുക്ക് പ്രോപ്പർ എക്സ്പീരിയൻസ് ഉള്ളത് നമ്മുടെ സ്ട്രെങ്താണ് അല്ലേ. തിരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ കാണാൻ അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ സ്ട്രെങ്താണ് ഇല്ലേ. അടുത്ത് ഇതെല്ലാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ പറയുക സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉള്ളത് നമ്മുടെ സ്ട്രെങ്താണ് അല്ലേ. അത് വേറെ അവകാശപ്പെടാൻ പറ്റില്ല. വീക്ക്നെസ് എന്താണ്? ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഇതൊക്കെ ഉണ്ടെങ്കിലും ചില കുറവുകൾ നമുക്കുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും. ആശയങ്ങൾ പറഞ്ഞ് പതിപ്പിക്കാൻ നമുക്ക് കുറവാണ്. ചിലപ്പോൾ ഭാഷാ ദാരിദ്ര്യമായിരിക്കും. എന്താണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു വരുന്നു, നമുക്ക് ഇംഗ്ലീഷ് നല്ല നോളജ് ഉണ്ട്, അത് നമുക്ക് ഇതാണ് നമ്മുടെ സ്ട്രെങ്താണ്. ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് നമ്മുടെ സ്ട്രെങ്താണ്, അത് മറ്റാർ നേടി നമ്മളെടുത്ത്. പക്ഷേ ഒരു എന്താ പറയുക നാട്ടിൻ പ്രദേശത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ അവിടെ മലയാളികൾ അല്ലെങ്കിൽ പാവപ്പെട്ട വിദ്യാഭ്യാസം കുറഞ്ഞവരല്ലേ, അവർക്ക് നമ്മൾ ഇത് ചെയ്തു കൊടുക്കാൻ, അതായത് ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ അവിടെ വരുമ്പോഴേക്കും ചെറിയൊരു വീക്ക്നെസ്. പക്ഷേ അത് ഈ വീക്ക്നെസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വീക്ക്നെസ് സ്ഥിരമായ വീക്ക്നെസ് അല്ല, തിരിച്ച് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് കുറവാണ്. വീക്ക് നമുക്ക് എന്ത് ചെയ്യാം, ശ്രദ്ധ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് വ്യക്തിപരമായി ഉള്ള കുറവുകൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് നമ്മുടെ വീക്ക്നെസ് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പരിഹരിച്ച് അത് നമ്മൾ സ്ട്രെങ്തായിട്ട് മാറ്റാൻ ശ്രമിക്കും. നിങ്ങൾ SWOT അനാലിസിസ് കേട്ടുള്ള SWOT SWOT അല്ലേ. ഇത് ഒന്നൊരു സ്ട്രെങ്ത്, അത് വീക്ക്നെസ്, മറ്റൊന്ന് ഓപ്പർച്യൂണിറ്റീസ്, മറ്റൊന്ന് ത്രെഡ്സ്, അത് വേറെ കാര്യം. ഇത് രണ്ടും നമുക്ക് നോക്കാം. നമ്മൾ തീരുമാനിച്ചെടുക്കണം. നമ്മൾ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട്, നമുക്കുണ്ടെന്ന് പറയാണ്ട് എന്തൊക്കെയുണ്ട്, നമുക്ക് കുറവ് എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്. ആ കുറവുകൾ പിന്നെ ഇത് എന്നാണ് ഭാഷ കുറവുകൾ നിറവുകളാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മനഃപൂർവ്വമായി പ്രാക്ടീസ് ചെയ്യും. കുറവിനെ വീക്ക്നെസ്സിനെ സ്ട്രെങ്താക്കണം. മനസ്സിലായില്ല? ശരി. വേറെ ചിലപ്പോൾ ഹോം മേക്കർ എന്ന് എഴുതും, പിന്നെ ഇതൊക്കെ എഴുതും. പിന്നെ ഹോബി ഇതിനിടയ്ക്ക് ഒരാൾ എഴുതി ഹോബീസ് കുക്കിംഗ് എന്ന് എഴുതി. പക്ഷേ അതൊക്കെ വെറുതെ എഴുതുമ്പോഴേ ഡിഷിൻ്റെ പേരും അത് പ്രിപ്പറേഷൻ പറഞ്ഞു കൊടുക്കാനും പഠിച്ചുകൊള്ളണം. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ഹണ്ണി എക്സ്പീരിയൻസ് പറയാം. വലിയ കാര്യമായിട്ട് തോന്നുന്നു, സാറ് ഞാൻ വലിയ കുക്കിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ച് 1 ലിറ്റർ പാലിൽ എത്ര ചായ ഉണ്ടാക്കാം? ഞങ്ങൾ എത്ര പേര് ഒരു ഗസ്റ്റ് നിങ്ങൾ വീട്ടിൽ വരുന്നു, 1 ലിറ്റർ പാലിൽ എത്ര ചായ ഉണ്ടാക്കാം? സാർ 4 ചായ ഉണ്ടാക്കാം. അപ്പം ഞാൻ പറഞ്ഞു 1 ലിറ്റർ പാലിൽ എത്ര ഗ്ലാസ് പാലെന്ന് അറിയാമോ ചോദിച്ചു. ഇങ്ങനെ ഞാൻ പറഞ്ഞ് എൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ സാധാരണ ചായ കൂടിയ ഗ്ലാസ്സിൽ ഒരു 5 ഗ്ലാസ് പാല് വരും, 200 ml വെച്ച് 5 ഗ്ലാസ് പാല് വരും. അപ്പോൾ 1 ഗ്ലാസ് ലിറ്റർ പാലിൽ എത്ര ചായ ഉണ്ടാക്കും? ഉടമ്പനെ സാറ് 10 ഉണ്ടാക്കാം. വെറുതെ ഇങ്ങനെ അടിക്കുക. മനസ്സിലായല്ലോ? നമ്മൾ എന്ത് പറഞ്ഞാലും അറിയാവുന്ന മാത്രമേ പറയാവൂ. അറിഞ്ഞുള്ള നമുക്ക് ജാട കാണിക്കാൻ വേണ്ടി, ഞാനിതൊക്കെ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി എൻ്റെ ബോഡി പോയൊന്നും ചെയ്യരുത്. ഞാൻ PSC മെമ്പർ ആണെങ്കിൽ ഞാൻ PSC മെമ്പർ സമയത്ത് ഞാൻ പഠിച്ചിട്ടേ പോകും. ഞാൻ അതിനുവേണ്ടി ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ പഠിച്ചിട്ട് വേണമെന്ന് അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ മേഖലയിൽ ഞാൻ ഡോക്ടർമാർ ഇന്ന നടത്തിയിട്ടുണ്ട്, നഴ്സസ് നടത്തിയിട്ടുണ്ട്, ടീച്ചേഴ്സ് നടത്തിയിട്ടുണ്ട്, എൻജിനീയേഴ്സ് നടത്തിയിട്ടുണ്ട്, പിന്നെ ആയുർവേദ എല്ലാം നടത്തിയിട്ടുണ്ട്. ബേസിക്കലി ഐ എം ഫ്രം മൈ മെക്കാനിക്കൽ എൻജിനീയർ. പക്ഷേ വരുന്നവർ പ്രിപ്പയർ ചെയ്ത് തരും. പക്ഷേ ഇത്രയും വലിയ ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്യില്ലതിലേക്ക്. പക്ഷെ പൊതുവായിട്ടും ജനറലായിട്ട് കാര്യങ്ങൾ പ്രിപ്പയർ. അതുകൊണ്ട് നമ്മൾ പേടിക്കരുത്. നമ്മൾ പഠിച്ചു പോവുക, അറിയാമെന്ന് പറയുക, അറിഞ്ഞ കാര്യങ്ങളൊന്നും എഴുതി പറഞ്ഞ് തിരുത്താനായിട്ട് പോകരുത്. ഇൻ്റർവ്യൂ ഇടുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇസ് എ വാല്യുബിൾ വൺ. റിട്ടേൺ പരീക്ഷയിൽ മാർക്ക് പ്ലസ് ഇൻ്റർവ്യൂ മാർക്കാണ്. അത് പെർഫോമൻസ് പോലെ ഇരിക്കും. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നന്ന് പ്രിപ്പയർ ചെയ്ത് എല്ലാം ഒന്ന് ശരി ഇന്നതൊക്കെ അഴിച്ച് പോയാൽ ചെയ്യാൻ പറ്റും. അത് ചെയ്യാം. പിന്നെ ഇത് പറഞ്ഞ എൻ്റെ വെള്ളത്ത ഒരു കാര്യം പറയാം. ഇവിടെ നിങ്ങൾ പലരും PSC പരീക്ഷ എഴുതി അല്ലേ, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഞാൻ ഒരാളുടെ ചോദിച്ചു എത്ര മാർക്കുണ്ട്? 40 മാർക്ക് പ്രതീക്ഷിക്കാം. എത്ര ശരിയായിട്ട് എഴുതി കാണും? ഒരു 48 ശരിയായി കാണും. എത്ര തെറ്റെഴുതി കാണും? ഒരു 20 തെറ്റെഴുതി കാണും. തെറ്റ് മീൻസ് ശരിയെന്ന് വിശ്വാസമില്ലാത്ത എഴുതി. പക്ഷേ നിങ്ങളുടെ ഫീച്ചർ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം 48 നന്നായിട്ട് എഴുതി, 20
നമ്മൾ ദൈവം പാതി ഞാൻ പാതി എന്ന രീതിയിൽ ആണ് ഭാഷ പറഞ്ഞ് എഴുതി. സന്തോഷം. എത്ര മാർക്ക് കുറഞ്ഞു? 0.3 മാർക്കാണ്, 3 മാർക്കാണ് ഒരു തെറ്റിന് മൈനസ്. 20-ന് എത്രയായി? 20-ന് എത്രയായി? 21 7. 20 ആകുമ്പോൾ 6.66. ഇപ്പോൾ 48-ൽ 6.6 കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നേരെ താഴെ വന്നു. പക്ഷെ അത് എഴുതാറുണ്ടെങ്കിലോ 48 നിൽക്കുമായിരുന്നു. ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒരു 50, 60, 70 മുകളിൽ റാങ്ക് വരുമായിരുന്നു. അതുകൊണ്ട് ഈ PSC പരീക്ഷ, അടുത്ത PSC പരീക്ഷ ആയാലും നമുക്ക് എഴുതാൻ പറ്റും മാത്രമേ നമുക്ക് 50 എഴുതാൻ പറ്റും. 50 എഴുതിയാൽ മതി. അതിനപ്പുറത്ത് എഴുതരുത്. ശരിയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. തെറ്റെന്ന് സംശയം ഉണ്ടെങ്കിൽ എഴുതരുത്. അത് മാക്സിമം നന്നായിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. ഇത് പ്രത്യേകം പറഞ്ഞാൽ മൈനസ് മാർക്കുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും തെറ്റെന്ന് തോന്നുന്ന ആൻസറൊന്നും എഴുതരുത്. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഇൻ്റർവ്യൂ, എന്തൊക്കെയാണ് നമ്മൾ തയ്യാറാകേണ്ടതെന്ന് കിട്ടിയിട്ടുണ്ടാവും. സോ ഇപ്പം ഏകദേശം ഒരു കോൺഫിഡൻ്റ് ആയല്ലോ അല്ലേ? അപ്പോൾ നന്നായിട്ട് ഇനി നമ്മുടെ ഭാഗമൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ബയോഡേറ്റ ഫില്ല് ചെയ്യുന്ന കാര്യം നോക്കുക, നന്നായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ പോകുമ്പോൾ ഇൻ്റർവ്യൂവിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ CV വെച്ച് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് ഒരു കാമായിട്ട് ഒരു ഓപ്പൺ മൈൻഡായിട്ട് ഇരുന്നിട്ട് CV വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും നമ്മൾ ഏരിയ ഓഫ് വർക്ക് ഏതാണ്, അതിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടും. സോ അങ്ങനെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞ് ഒന്ന് ശീലിക്കുക. ഒരു മിററിൻ്റെ മുന്നേ ഒന്ന് പറഞ്ഞ് ശീലിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നന്നായിട്ട് ഇൻ്റർവ്യൂ പെർഫോം ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.